വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കാരണം ഇപ്പോൾ എന്ന് പറയുന്ന ഒരു AI എറയിലാണ് നമ്മൾ. അപ്പോൾ നമ്മൾ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ്, പുതുതായിട്ട് കാര്യങ്ങൾ ലേൺ ചെയ്യണം, എന്നാലാണ് കൂടുതലായിട്ട് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ടോപ്പിക്കാണ് AI ഏജൻറ്റ്. അത് AI ഏജൻറ്റാണ്. അത് വളരെ വളരെ ഹൈപ്ഡ് മാത്രമാണോ അതോ അതിൽ നമുക്ക് കാര്യമായിട്ട് ശരിക്കും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എങ്ങനെയുണ്ട് സാധനം എങ്ങനെയുണ്ട്? തുമ്പ തീപ്പൊരി അല്ലേ? ശരിക്കും പറഞ്ഞാൽ അത് ഹൈപ്പ് മാത്രമല്ല, അത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കാരണം ഇതൊരു സ്റ്റാർട്ടിങ് സ്റ്റേജാണ്. അപ്പോൾ AI ഏജൻറ്റ് എന്ന് പറയും. ഇപ്പോൾ AI ഏജൻറ്റ് എന്താണ് AI ഏജൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ, ബോറിംഗ് ആയിട്ടുള്ള ടാസ്ക്സ് അതിന് വേണ്ടി ഒരാളെ ജോലിക്ക് വയ്ക്കുക. ഇപ്പോൾ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ലീഡ് ക്വാളിഫിക്കേഷൻ ചെയ്യുക, അതെല്ലാം ഒരു ബോറിംഗ് ടാസ്ക്കാണ്, ടൈം കൺസ്യൂമിങ് ആണ്. അങ്ങനത്തെ സെക്ഷനിൽ നമുക്ക് AI ഏജൻസിനെ ക്രിയേറ്റ് ചെയ്യാം. അതെന്ന് പറയുന്നത് ലാംഗ്വേജ് ലേണിംഗ് ഉണ്ട്, അതേപോലെ തന്നെ ഡേറ്റ സ്ട്രക്ചർ വേണം, പ്രോപ്പറായിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് വേണം, അതിൽ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ആ രീതിയിലുള്ള ഉപയോഗിക്കണം. അതേപോലെ തന്നെ API ഇൻറ്റിഗ്രേഷൻ, അതേപോലെ തന്നെ ക്ലൗഡ് സ്റ്റോറേജ്, ക്ലൗഡ്, ഇതെല്ലാം ഒന്ന് കണക്ട് ചെയ്തിട്ടാണ് ഇതേപോലത്തെ AI ഏജൻസി ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഇൻ്റലിജൻസിനായിട്ട് വേണമെങ്കിൽ നമുക്ക് DeepSeek ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഗ്രോക്ക്, ChatGPT അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ക്ലൗഡ് യൂസിങ് ആണെങ്കിൽ നമുക്ക് ഹബ്സ്പോട്ടൊക്കെ വളരെ നല്ല ഒരു ഫോളോ അപ്പിനൊക്കെ നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്നതാണ്. ഹബ്സ്പോട്ട് അതൊക്കെ ഉപയോഗിക്കാം. അത് ഒരുപാട് ടൂൾസ് ഉണ്ട്. നമ്മൾ ടൂൾസിനെ കൂടുതൽ കാര്യങ്ങൾ പറയാതെ എങ്ങനെയാണ് ഇത് കൂടുതൽ റെലവൻ്റ് ആയിട്ട് നിൽക്കുന്നത് അതാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഓൾറെഡി, ബോറിംഗ് ആയിട്ടുള്ള ടാസ്ക് തീർക്കാൻ വേണ്ടിയിട്ട് ഏജൻസി ഉപയോഗിക്കുന്നു. അപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ കുറേ പേര് ഇത് താല്പര്യമുണ്ട്. പക്ഷേ ഇത് അത്യാവശ്യം ടൈം കൺസ്യൂമിങ് ആണ്. അതുകൊണ്ട് ഇതെല്ലാം ഔട്ട്സോഴ്സ് ചെയ്യാനുള്ള ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി അവിടെയുണ്ട്. അതേപോലെ തന്നെ ഏജൻസ് ഓൾറെഡി സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർ ക്രിയേറ്റ് ചെയ്ത് സെല്ല് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അത് $1000 തൊട്ട് $4000 വരെയൊക്കെയാണ്. അതിൻ്റെ കോംപ്ലക്സിറ്റി അനുസരിച്ചിരിക്കും അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. കാരണം ഓവർവെൽംഡ് ആയിട്ടുള്ളൊരു മാർക്കറ്റിൽ പുതിയതായിട്ടൊരു സാധനം വരുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ക്യാഷ് ഒരുപാട് ഏൺ ചെയ്യാൻ പറ്റും. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് പ്രോപ്പറായിട്ടത് ലേൺ ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഇപ്പോൾ ഏതൊക്കെയാണ് ഇപ്പോൾ നോർമലായിട്ടുള്ള ഏജൻസ് എന്നുള്ളത്, നമുക്കൊരു സെയിൽസിൽ നമ്മൾ ലീഡ് ക്വാളിഫിക്കേഷൻ നമ്മളൊരു AI ഏജൻസി ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് സെല്ല് ചെയ്യാവുന്നതാണ്. എല്ലാ കമ്പനിക്കും വേണമെങ്കിൽ നമുക്ക് സെല്ല് ചെയ്യാം. അതൊരു ഒരു സോഫ്റ്റ്വെയർ പോലെ SaaS ബിസിനസ് ആക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഏജൻസിനെ നമ്മുടെ കമ്പനി ലോഗോ ഇട്ടിട്ട് നമ്മൾ ഓരോരോ ഭാഗത്തേക്ക് ഓരോരോ കമ്പനിക്കും ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അതന്നെ ഒരു ബിസിനസ് മോഡലായി മാറുകയാണ്. അതല്ലെങ്കിൽ നമുക്ക് സെല്ല് ചെയ്യാം, എന്നിട്ട് പുതിയ ക്രിയേറ്റ് ചെയ്ത് പുതിയ സെല്ല് ചെയ്യാം. അങ്ങനെയും നമുക്ക് ചെയ്യാവുന്നതാണ്. അത് ഒന്നാമത്തെ. എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് ഇപ്പോൾ ഒരാൾ നോർമലായിട്ട് നമ്മുടെ കമ്പനിക്ക് വിളിക്കുകയാണെങ്കിൽ, കമ്പനി ഫോൺ നമ്പറിലേക്ക് വിളിക്കുകയാണെങ്കിൽ ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ AI വെച്ചിട്ട് ഞാൻ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഞാനത് ഇതിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ ക്രിയേറ്റ് ചെയ്ത AI ഏജൻറ്റ്. അപ്പോൾ ഇത് മെയിനായിട്ട് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തുകൊണ്ട് വിചാരിക്കുന്നു. ഓക്കെ, ഒന്ന് പറയാം. ഇത് മെയിനായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തത് സെയിൽസ് പർപ്പസിന് വേണ്ടിയിട്ടാണ്, സപ്പോർട്ടീവ് ഏജൻറ്റായിട്ട്. ഇപ്പോൾ എൻ്റെ കമ്പനിക്ക് ഒരാൾ ഇപ്പോൾ വിളിക്കുകയാണെങ്കിൽ എസ്പെഷ്യലി ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് USA, ഏതൊരു ഭാഗത്തു നിന്നാണെങ്കിലും എൻ്റെ കോൺടാക്റ്റിക്ക് വഴി കമ്പനിയെ റീച്ച് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനെയായിരിക്കും അത് വരാൻ പോകുന്നത്. അപ്പോൾ ഇതിപ്പോൾ അണ്ടർ ട്രെയിനിങ്ങിലാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിൽ വരാനുണ്ട്. സംഭവം സിമ്പിളാണ്. ചോദിച്ച ഉടനെ തന്നെ എത്രത്തോളം സീരിയസ് ആണ് ഈ ക്ലയൻറ്റ് എന്നുള്ളതൊക്കെ ഇതിന് വേണ്ടത്. ഇത് മെയിനായിട്ട് ലീഡ് അസൈൻ ചെയ്യാനും കാര്യങ്ങളെല്ലാം വളരെ എഫക്റ്റീവായിട്ട് ചെയ്യും. ഇതിനു വേണ്ടി ഒരാളെ ജോലിക്ക് വെക്കേണ്ട ആവശ്യമില്ല. ഈ AI ഏജൻറ്റ് വളരെ വളരെ എഫക്റ്റീവായിട്ടാണ് ചെയ്യുന്നത്. കാരണം എങ്ങനെയാണ് സ്പെസിഫിക്കായിട്ട് ലീഡിനോട് സംസാരിക്കേണ്ട രീതി എങ്ങനെയാണ് ചെയ്യുന്നത് എല്ലാം ഇതിനോട് ട്രെയിൻ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ നന്നായിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് പ്രവർത്തിച്ച് കാണിച്ചത് ഇത് ഫസ്റ്റ് സ്റ്റേജാണ്. ഒരു ഏജൻറ്റ് ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഇത് ഫൈനലൈസ് ചെയ്തിട്ടില്ല. ഇനിയും ഒരുപാട് ഇതിൻ്റെ ലാർജ് ലേണിംഗ് മാനേജ്മെൻറ്റ്, അതേപോലെ LLM, അതേപോലെ തന്നെ ഡാറ്റ മാനേജ്മെൻറ്റ് വേണം, മെയിനായിട്ട് ഡാറ്റാ ബേസ്, അതിനുശേഷം യൂസർ ഇൻ്റർഫേസ് വേണം, അങ്ങനെ API ഇൻ്റഗ്രേഷൻ, ഇതെല്ലാം ഇനി കിടക്കുകയാണ്. ജസ്റ്റ് ഒരു ട്രയൽ നോക്കുകയാണ്. ഇത് വർക്കായിട്ട് ഇതെല്ലാം സെറ്റ് ചെയ്യും. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഏജൻറ്റ് ക്രിയേഷൻ ക്ലാസ് കൂടെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നോക്കുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്നത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. Hi, I'm Eric.
How can I help you today? The website for my company is currently I don't have any website. So yeah, let me know what are the pricing plan that you have, what type of website that you're gonna build, and yeah, related details. And if you have any real person, that will be much better. Hi, Jagannathan. It's great to hear from you. I'm excited to help you create a fantastic website for your company. We build custom websites that are tailored to your specific needs and goals. We'll work closely with you to understand your vision and create a website that reflects your brand and attracts your target audience. We offer a variety of website design packages that include everything from basic website design to more complex e-commerce solutions. To give you a more accurate idea of pricing and the specific features that would be best for your needs, I'd love to schedule a free consultation with you. During this meeting, we can discuss your requirements in detail and answer any questions you may have. Would you be available for a call sometime this week? That makes sense because I do have some of the requirement. In this week, can we set up a meeting or in Friday 2 p.m. Perfect. I've got you scheduled for 2 p.m. this Friday. I'm really looking forward to learning more about your company and how we can help you build a great website. I'll send you a calendar invite with the details shortly. In the meantime, feel free to gather any questions or information you'd like to discuss during the meeting. I'm here to help in any way I can. Thank you for the information and I look forward to our meeting. Thank you. You're very welcome, Jagannathan. I'm looking forward to our meeting too. Have a great day, and I'll see you on Friday. എങ്ങനെയുണ്ട് സാധനം എങ്ങനെയുണ്ട്? തുമ്പ തീപ്പൊരി അല്ലേ? അപ്പോൾ ഇതാണ് AI ഏജൻറ്റ്. എത്ര എഫിഷ്യൻ്റ് ആണ്. ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്ക് വേറെ സർവീസിൻ്റെ കൂടി പറയാം. ഓക്കെ. Hi, I'm Eric. How can I help you today? I want to know about the lead generation service that you're providing on social media marketing. So I want to generate really a lot of leads via social media marketing. So could you just give me a code for that, and what about the pricing and all the details? I'd be happy to help you generate a bunch of leads through social media marketing. We can definitely help you with that. Our social media marketing services are designed to help businesses like yours build a strong online presence, engage with potential customers, and ultimately drive leads. We'll work with you to develop a custom strategy that takes into account your target audience, your budget, and your specific goals. To give you a more accurate quote, I'd love to learn more about your business, your target audience, and your desired outcomes. Would you be open to scheduling a free consultation? After our meeting, we can provide you with a custom quote tailored to your needs. That's work for me. And what about the Thursday 3 p.m.? That's really work for me. And That's great. Thursday at 3 p.m. works perfectly for me. I'll add it to my calendar and send you a meeting invite shortly. I'm excited to learn more about your business and how we can help you achieve your lead generation goals. You're welcome. I'm looking forward to our meeting. See you on Thursday. Simple and really powerful. So ഇതൊരു ടെസ്റ്റിംഗ് സ്റ്റേജാണ് ആൻഡ് വളരെ നല്ല റിസൾട്ട് തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇനി ഇത് എന്താ പറയുക, ഇതിലൊരുപാട് ഡീറ്റെയിൽസ് നമ്മളിവിടെ കൊടുക്കും. ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ക്ലാസ് തന്നെ. ഇവിടെ ഒരുപാട് ഡീറ്റെയിൽസ് അവിടെ പ്രോംപ്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ വെബ്സൈറ്റിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യും, ടൂൾസ് ഇതെല്ലാം ഇതിൽ ആഡ് ചെയ്യും. നമുക്ക് ഉപയോഗിക്കണ എല്ലാം ഞാനിവിടെ ജെമിനൈ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ടർബ് 4 മിനി ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അതുപോലെ കൂടുതൽ ഡാറ്റ നമ്മൾ കൊടുക്കുന്ന അനുസരിച്ച് അതേപോലെ തന്നെ ഇതാണ് അതിൻ്റെ ലിങ്ക്. സംഭവം അടിപൊളിയാണ്. അപ്പോൾ ഇതേപോലത്തെ ഒരു ഏജൻറ്റ് കിട്ടുകയാണെങ്കിൽ സംഭവം അടിപൊളിയല്ലേ? അപ്പോൾ ഇങ്ങനത്തെ ഇതെന്ന് പറഞ്ഞാൽ വെറും ബേസാണ്, ഇതൊന്നുമില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഏജൻറ്റ് ബിൽഡ് ചെയ്യാന്ന് പറയുമ്പോൾ അതൊരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ടാസ്ക് തന്നെയാണ് സംഭവം. ഇതേപോലെ തന്നെ അടിപൊളിയുള്ള സാധനം കസ്റ്റമൈസ് ചെയ്ത് ഓരോരോ ബിസിനസ്സിനായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഏജൻറ്റ്. അപ്പോൾ ഞാൻ ഒരു പുതിയൊരു ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്ന ഒരു ക്ലാസ് ആയിട്ട് വരാം. അപ്പോൾ ഇതാണ് അതിൻ്റെ കോൺസെപ്റ്റ്. അപ്പോൾ നേരെ ഒരാൾ വിളിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയുമെന്ന് ചോദിക്കണം. അപ്പോൾ ഏജൻറ്റ് എന്താ പറയുക, ആ പ്രോസ്പെക്റ്റിനോട് ആ ലീഡിനോട് സംസാരിച്ചിട്ട് പറയും എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, എന്ത് സർവീസാണ്, ഇതെല്ലാം സർവീസ്, നിങ്ങൾക്ക് ഏത് സർവീസാണ് വേണ്ടത്. അപ്പോൾ ഈ സർവീസ് പറയും, അല്ലെങ്കിൽ വേറെ സർവീസാണെന്ന് പറയും. അങ്ങനെ പറയുമ്പോൾ ആ റിക്വയർമെൻറ്റ് അനുസരിച്ച് എഐക്ക് മനസ്സിലാകാൻ പറ്റും. ഇപ്പോൾ പറയുകയാണ്, ക്ലയൻറ്റ് പറയുകയാണ് എനിക്കിതൊന്നും അല്ല വേറെ സർവീസാണ് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ AI ഏജൻറ്റ് നമ്മൾ പറയും നമ്മുടെ സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് ഞാൻ
അല്ലെങ്കിൽ കോൾ ഫോർവേഡ് ചെയ്യുന്നുണ്ട്, അവർ നിങ്ങളോട് സംസാരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഒരു വലിയൊരു എന്താ പറയുക ബോറിംഗ് ടാസ്ക് വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഒരു 10 സർവീസസ് ഉണ്ടെങ്കിൽ 10നെയും 10 എക്സിക്യൂട്ടീവിലേക്ക് ലീഡ് അസൈൻ ചെയ്യാൻ ഈ ഒരു AI കൊണ്ട് പറ്റും. അതേപോലെ തന്നെ ലീഡ് ക്വാളിഫിക്കേഷൻ ചെയ്യാനും ഇതിനെ കൊണ്ട് പറ്റും. എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ ചീപ്പായതുകൊണ്ടാണ് ഇതിലേക്ക് ആൾക്കാർ കൂടുതൽ ഇൻട്രസ്റ്റഡ് ആകുന്നത്. ഇതിന് അത്രയും വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. അത് ഒന്നാമത്തെ. ഞാൻ പറഞ്ഞ സെയിൽസ് മാത്രമാണ്. ഇപ്പോൾ കാലണ്ടർ ബുക്കിംഗ് ആണ്, അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ ഒരു ടൂർ പാക്കേജ്, ടിക്കറ്റ് ഫ്ലൈറ്റ് ബുക്കിംഗ് ആണെന്ന് പറയുകയാണെങ്കിൽ ആ AI ഏജൻസി എന്തൊക്കെ അപ്പോൾ ചെയ്യാൻ ചാൻസ്, ഗൂഗിളിൻ്റെ ആക്സസ് ഏറ്റെടുക്കും. അതേപോലെ തന്നെ കാലണ്ടറിൻ്റെ ആക്സസ് എടുക്കും. ഇതെല്ലാം ഗൂഗിളിൻ്റെ ആക്സസ്. ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ AI ഏജൻറ്റിനെ നമ്മൾ പറയുകയാണ്, എനിക്കിപ്പോൾ മലേഷ്യയിലേക്ക് ഇപ്പോൾ ഒരു ട്രിപ്പ് പോകണം, ഇതാണ് ഡേറ്റ്, ഇങ്ങനെയാണ് വേണ്ടത്, കാര്യങ്ങളെല്ലാം ചെയ്തെന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ AI ഏജൻറ്റ് ആ ഡേറ്റിൽ ഏതൊക്കെ ടൈമിലാണ് ഫ്ലൈറ്റ് നോക്കുക, ആ ഫ്ലൈറ്റിൽ ഏത് ഫ്ലൈറ്റാണ് ആപ്റ്റ് ആയിട്ടുള്ളത് ഈ സ്ഥലത്തേക്ക് എത്താമെന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് ബുക്ക് ചെയ്ത് ടിക്കറ്റ് നമ്മുടെ മേലേക്ക് വരുന്ന സംഭവം. കാരണം ഇതെല്ലാം പറയുമ്പോൾ എന്താ പറയുക, ചെറിയതാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാം. നമ്മൾ ഒരു തവണ ആമസോണിൽ കയറാൻ നമ്മൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരെണ്ണാണെങ്കിലും പക്ഷെ അതിൻ്റെ കൂടെ വേറെ കുറേ സാധനങ്ങൾ വാങ്ങും. അപ്പോൾ ഒരുപാട് അൺനെസസറി ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങുന്നതിന് പകരം നമുക്ക് കുറേ കൂടി എഫക്റ്റീവ് ആകാൻ പറ്റുന്നതാണ്. ഇനി അതേപോലെ തന്നെ ഇപ്പോൾ സൊമാറ്റോ, നിങ്ങൾക്ക് ഫുഡാണ് നമുക്ക് വേണ്ടതെങ്കിൽ എനിക്കൊരു പിസ്സ ഓർഡർ ചെയ്യണം. ഏജൻറ്റിൻ്റെ അടുത്ത് പറയുകയാണ്, എനിക്കൊരു പിസ്സ വേണം, ചിക്കൻ പിസ്സയാണ് വേണ്ടത്, ഈ ടൈമിനുള്ളിൽ വേണം, വില കുറവുള്ളത് നോക്കിയിട്ട് ഏത് പ്ലാറ്റ്ഫോമിലാണെന്നാൽ വാങ്ങിക്കോ, അത് ക്യാഷ് ഓൺ ഡെലിവറി ആയിരിക്കണം എന്നും കൂടി പറയുമ്പോൾ പ്രോപ്പറായിട്ട് നമ്മുടെ കയ്യിൽ ഓൾറെഡി ആക്സസ് എല്ലാം കൊടുത്തിരിക്കും. ഓരോ ആപ്ലിക്കേഷനിലും നോക്കിയിട്ട് എവിടെയാണ് വില കുറവിൽ, ഏതിലാണ് ചിക്കൻ പിസ്സ വരുന്നത്, ആ സാധനം ബുക്ക് ചെയ്തിട്ട് ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്തിരിക്കും. നമ്മുടെ വീട്ടിന് മുമ്പിൽ ആടുമെന്ന് വാങ്ങാം. അപ്പോൾ ഇങ്ങനത്തെ ടാസ്കൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജാണ്. പക്ഷേ ഇതിൻ്റെ ഫ്യൂച്ചർ എന്ന് പറയണത് അത് വളരെ വളരെ വലുതാണ്. അപ്പോൾ അതാണ് AI ഏജൻറ്റ്. ഞാനൊരു AI ഏജൻറ്റ് ബിൽഡ് ചെയ്ത് ഞാനത് ഈ ചാനലിൽ ഇടാം. അപ്പോൾ ഓൾറെഡി ഞാനിപ്പോൾ ബിൽഡ് ചെയ്ത് ഒരെണ്ണത്തിന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു എത്രത്തോളം എഫക്റ്റീവാണെന്ന്. അതേപോലെ തന്നെ ഇതിൽ ഏറ്റവും സംഭവം എന്ന് വെച്ചാൽ ഇതിൽ വളരെ വലിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ഇതിലുള്ളത്. അത് ഓൾറെഡി ഞാൻ മെൻഷൻ ചെയ്തു, നിങ്ങൾക്ക് വൈറ്റ് ലേബിൾ ചെയ്ത് ചെയ്യാവുന്ന ഒരു സംഭവമാണ് ഈ ബിസിനസ് മോഡലെന്ന്. അതേപോലെ തന്നെ ഫ്രീലാൻസിങ്ങിലും വളരെ ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ ബിഗ് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഈ സമയത്ത് നിങ്ങളിതിൽ എൻ്റർ ആവണം. ഈ ടൈമിൽ നിങ്ങളിത് എൻ്റർ ആയിട്ട് ഇതിൽ നിന്ന് എന്താ പറയുക ഇതിൻ്റെ ലെവറേജ് എടുക്കണം. പക്ഷേ ഇത് 1 വർഷം 2 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ ഇത് ആർക്ക് വേണമെങ്കിൽ ചെയ്യാനുള്ള സിറ്റുവേഷൻ ആവും. പക്ഷേ അതിന് മുമ്പേ ഇതിൽ ചെയ്യണം. കാരണം ഇതിന് വേണ്ടത് ചിലപ്പോൾ ബേസിക്കായുള്ള കോഡിങ്ങിൻ്റെ നോളജ് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് അറിയുമെങ്കിൽ അത് അത്രയും നല്ലതാണ്. അത് അറിയില്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, നമുക്ക് ChatGPT അല്ലെങ്കിൽ DeepSeek ഒരുപാട് GTPs ഇപ്പോൾ അവൈലബിൾ ആണ്. നമുക്ക് അതിൽ നിന്ന് ഹെൽപ്പ് എടുക്കാവുന്നതാണ്. അതേപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സും നമുക്കെല്ലാം അവൈലബിൾ ആണ്. ഓൾ യു ഹാവ് ടു ഡു ഈസ് ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇത് വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയതുകൊണ്ട് ഞാൻ ഉറപ്പായിട്ടും ഇത് എക്സ്പ്ലോർ ചെയ്തു. അതിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഇതേപോലത്തെ ഒരു പവർ പാക്ഡ് ആയിട്ടുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.